ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. +1 മാത്തമാറ്റിക്സിന്റെ സെറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5ാം പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കുക. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്താണ് സബ്സെറ്റ് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിന് മുന്നത്തെ സെക്ഷനിൽ നമ്മൾ എന്താണ് സെറ്റ്, സെറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോമുകൾ, ക്ലോസ്ഡ് ഫോം, സെറ്റ് ബിൽഡർ ഫോം, നൾ സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി. അവസാനം സബ്സെറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സബ്സെറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ 11th class. Let A be the set of all students in 11th class and B be the set of all students in your school. Set of all students in 11th class, B set of all students in your school. Then definitely subset concept അനുസരിച്ച് A is the subset of B. Every element of A is also an element of B. അതാണല്ലോ അതിന്റെ ഡെഫിനിഷൻ. അപ്പോൾ every student in 11th class is also a student in your school. Clear? അങ്ങനെ ആകുമ്പോൾ ഇത് സബ്സെറ്റ് ആണ്. ബി എയുടെ സബ്സെറ്റ് അല്ല, എ ബിയുടെ സബ്സെറ്റ് ആണ്. ക്ലിയർ ആയില്ലേ? വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെറ്റ് ഓഫ് ഓൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അത് എ എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എഴുതുക. ബി എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. അപ്പൊ ഇതുപോലെ തന്നെ എ സബ്സെറ്റ് ബി ആയിരിക്കും. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ സെറ്റിൽ തന്നെ പെട്ടതാണ്. അപ്പോൾ എവരി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഓൾസോ എ ട്രയാങ്കിൾ. എവരി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഓൾസോ ട്രയാങ്കിൾ. എവരി എലമെന്റ് ഇൻ എ ഈസ് ഓൾസോ എൻ എലമെന്റ് ഇൻ ബി. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി. സപ്പോസ് സി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ റെക്ടാങ്കിൾസ്. സി ഈസ് സെറ്റ് ഓഫ് ഓൾ റെക്ടാങ്കിൾസ്. അങ്ങനെയാണെങ്കിൽ എ സി സബ്സെറ്റ് ആണോ? അല്ല, എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് സി. ഇനിയിപ്പോ ബി സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, അത് സി സബ്സെറ്റ് ആണോ? ബി ഈസ് ഓൾസോ നോട്ട് സബ്സെറ്റ് ഓഫ് സി. ക്ലിയർ ആയില്ലേ? ഇതാണ് അതിന്റെ സബ്സെറ്റിന്റെ കൺസെപ്റ്റ്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് കണ്ടെത്തണം. ട്രൂ ഓർ ഫോൾസ്. Let A be set is not a subset of set A B C. Is it true or false? Set of every element of A is also an element of B. Adana subset. Every element, each element A is in A, B is in second set. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എ ബി സെറ്റ് എ ബി സബ്സെറ്റ് ഓഫ് എ ബി സി ആണ്. അപ്പൊ ഇത് ഫോൾസ് ആണ്. ക്ലിയർ? ശരിക്ക് ദി സെറ്റ് എ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ബി സി. എങ്ങനെയൊക്കെ നമ്മളൊന്ന് ഡിസ്റ്റിങ്വിഷ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറെ ഒരെണ്ണം, ഇതില് ഈ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് നമ്മൾ വീണ്ടും എ ബി സി എന്ന സെറ്റ് എടുത്തു. അപ്പൊ എ സെറ്റ് എ എന്താ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണല്ലോ. ഇനി സെറ്റ് എ belongs to A ആണോ? belongs to A. സെറ്റ് A B C. സെറ്റ് A belongs to A ആണോ? സെറ്റ് A not belongs to A. സെറ്റ് A എന്ന് പറഞ്ഞത് ഈ സെറ്റ് A ഇല്ല, കാരണം അതിലൊരു എലമെന്റ് അല്ല. belongs to A എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെറ്റ് A is element of A എന്നാണ് അതിന്റെ അർത്ഥം.
സെറ്റ് എ ഈസ് എലമെന്റ് ഓഫ് എ. സെറ്റ് എ എലമെന്റ് അല്ല, എ ഈസ് എലമെന്റ് ഓഫ് എ. മനസ്സിലായി? സെറ്റ് എ ഈസ് നോട്ട് എലമെന്റ് ഓഫ് എ. ക്ലിയർ? അപ്പൊ ഇത് സെറ്റ് എ ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആയിരുന്നു. ഇതാണ് കറക്റ്റ്. അതിന് പകരം എന്താണ്? എ ഈസ് എ എലമെന്റ് ഓഫ് എ. ക്ലിയർ? എ ഈസ് എൻ എലമെന്റ് ഓഫ് എ. സെറ്റ് എ നോട്ട് എലമെന്റ് ഓഫ് എ. സെറ്റ് എ നോട്ട് എലമെന്റ് ഓഫ് ദി സെറ്റ് എ. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. A equal to set of all x such that x is a natural number less than 6. ഇതൊരു സെറ്റ്. ബി എന്നുള്ള വേറൊരു സെറ്റ് നമ്മൾ പരിഗണിക്കുന്നു. എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is a natural number and divides 36. ഇത് ഏതിന്റെങ്കിലും സെറ്റ് എ ബിയുടെ സബ്സെറ്റ് ആണോ? അതാണ് നമുക്ക് ചെക്ക് ചെയ്തത്. സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണോ? അത് നമ്മളിത് രണ്ടും സെറ്റ് ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോസ്റ്റർ ഫോമിൽ ചേഞ്ച് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എലിമെന്റ്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന്റെ റോസ്റ്റർ ഫോം എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. then 1 2 3 4 5 6 വരില്ല, ലെസ് ദാൻ 6. ഇവിടെയോ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n and divides 36. അപ്പൊ ബി എന്ന് പറഞ്ഞ സെറ്റോ ഡിവൈഡ്സ് 36. 1 2 36 3 36 ഡിവൈഡ് ചെയ്യും, 4 36 ഡിവൈഡ് ചെയ്യും, 5 ഡിവൈഡ് ചെയ്യില്ല, 6 36 ഡിവൈഡ് ചെയ്യും, 7 ഡിവൈഡ് ചെയ്യില്ല, ഡിവൈഡ് ചെയ്യില്ല. then 8 ഡിവൈഡ് ചെയ്യും, 8 ഡിവൈഡ് ചെയ്യില്ല, 9 ഡിവൈഡ് ചെയ്യും, 10 ഡിവൈഡ് ചെയ്യില്ല, 11 ഡിവൈഡ് ചെയ്യില്ല, 12 ഡിവൈഡ് ചെയ്യും. ഉണ്ടെങ്കിൽ 12 ഡിവൈഡ് ചെയ്യും. then 14 ഡിവൈഡ് ചെയ്യില്ല, 13 ഇല്ല, 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, 16 ഇല്ല, 17 ഇല്ല. ഇനി നമുക്ക് എന്താ കിട്ടുക? 18 മാത്രമേ ഉള്ളൂ. 18. ഇതാണ് സെറ്റ് ബി വരുന്നത്. ഇതിന്റെ റോസ്റ്റർ ഫോം. സെറ്റ് എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റോസ്റ്റർ ഫോം ലെസ് ദാൻ 6. അങ്ങനെ ആവുമ്പോൾ ഡെഫിനറ്റ്ലി എ ഈസ് ദി സബ്സെറ്റ് ഓഫ് ബി. കാരണം 1 2 3 4 1 2 3 4 ഇതിൽ ഇല്ല, 5 വരുന്നില്ല. അപ്പൊ എങ്ങനെയാണെങ്കിലും ലെസ് ദാൻ 6 ആണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ 5 ഏഴത്തെ എലമെന്റ് ആണ്. ഇവിടെ എന്താ? 5 is a element of A, but 5 is not an element of B. മനസ്സിലായോ? 5 A ഉണ്ട്, പക്ഷെ B ഇല്ല. അങ്ങനെ വരാൻ പാടില്ല. Every element of A is an element of B. ഇവിടെ 5 ഇല്ലല്ലോ, 5 വരില്ലല്ലോ. ഇതിന് ഡിവൈഡ്സ് 36നെ 5 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 36 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 ഉണ്ട്. അതുകൊണ്ട് 5 ഇവിടെ എലമെന്റ് അല്ല. അതുകൊണ്ട് A is not a, therefore A is not a subset of B. Clear? അപ്പോൾ നമ്മൾ ഇത് സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is a natural number less than 6. B is a set of all x such that x belongs to n divides 36. അത് A check whether A is a subset of B. No, A is not a subset of B because the element 5 belongs to A, but element 5 does not belong to B. By definition, A is not a subset of B. This is the answer. Clear ആയോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. സബ്സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകണം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ.
ആ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെറ്റ് എ ഈക്വൽ ടു 1 പിന്നെ 2 എഴുതി 3 4 5 ഇതാണ് ഒരു സെറ്റ്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനെ തുടർന്ന് നമുക്ക് ചോദിക്കാം. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യണം. സെറ്റ് 3 4 ഇതിന്റെ സബ്സെറ്റ് ആണോ? സബ്സെറ്റ് ഓഫ് എ ആണോ? സബ്സെറ്റ് ഓഫ് എ ആണോ? സെറ്റ് 3 4 subset of A, is it true or false? Subset എന്ന് പറഞ്ഞാൽ എന്താ? Every element is also an element of second set. അപ്പോൾ ഇതിലത്തെ എലമെന്റ് ഏതാ? ഈ സെറ്റിലെ എലമെന്റ് ഏതാ? ഇത് ഈ എലമെന്റ് ഈ സെറ്റിലുണ്ടോ നോക്കാം. ഇതിലത്തെ ഈ സെറ്റിലെ എലമെന്റ് ഏതാ? 3 4. അങ്ങനെ ഒരു എലമെന്റ് ഇതിലുണ്ടോ? 1 2 3 4. 3 4 എന്ന് പറഞ്ഞ എലമെന്റ് ഇല്ല. 3 4 അല്ല, ഇതാണ് ഒരു എലമെന്റ്. സെറ്റ് 3 4 എന്നുള്ള എലമെന്റ് ആണ് ഈ സെറ്റിലുള്ളത്. സെറ്റ് 3 4 എന്നുള്ള എലമെന്റ് അല്ലാതെ 3 4 അല്ല. സെറ്റ് 3 4 എന്നുള്ള എലമെന്റ് ഇതൊരു എലമെന്റ് ആണ്. ഒരു എലമെന്റ് 1, രണ്ടാമത്തെ എലമെന്റ് 2, മൂന്നാമത്തെ എലമെന്റ് സെറ്റ് 3 4 ഒരു എലമെന്റ്, നാലാമത്തെ എലമെന്റ് 5. എത്ര എലമെന്റ് ഉണ്ട് ഇതില്? 4 എലമെന്റ്സ് ഉള്ളൂ, അല്ലാതെ 5 എലമെന്റ്സ് ഇല്ല. 1 2 പിന്നെ 3 സെറ്റ് 3 4 പിന്നെ 5. അപ്പൊ അങ്ങനെ ആവുമ്പോ സെറ്റ് 3 4 എന്നുള്ളത് ഇതിന്റെ സബ്സെറ്റ് ആണോ? സെറ്റ് 3 4 എന്നുള്ളത് സബ്സെറ്റ് ആണോ? അല്ല, ഇതൊരു എലമെന്റ് മാത്രമാണ്. അപ്പൊ ഇത് സബ്സെറ്റ് അല്ല, നോ. പക്ഷേ സെറ്റ് 3 4 എന്നുള്ളത് എന്താണ്? എലമെന്റ് ഓഫ് എ, എയുടെ എലമെന്റ് ആണ്. അതിൽ സംശയമുണ്ട്. എലമെന്റ് ആണ്. ഇതിന്റെ എലമെന്റ് ഏതാ? 1 2 സെറ്റ് 3 4 5. അപ്പൊ അതിലെ എലമെന്റ് ആണ് സെറ്റ് 3 4 ബിലോങ്സ് ടു എ, അല്ലെങ്കിൽ സെറ്റ് 3 4 ഈസ് എ എലമെന്റ് ഓഫ് എ. ക്ലിയർ? ഇനി ഇതിലെ 1 ഇങ്ങനെ എഴുതിയാലോ? 1 സബ്സെറ്റ് ഓഫ് എ. ഇത് ട്രൂ ഓർ ഫോൾസ്? 1 സബ്സെറ്റ് ഓഫ് എ, ട്രൂ ഓർ ഫോൾസ്? സെറ്റ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 സെറ്റ് 3 4 5. അപ്പൊ 1 സബ്സെറ്റ് ഓഫ് എ ആണോ? സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ആയിരിക്കണം. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ is a set which contains elements. അപ്പൊ ഇത് 1 is not a set, definitely ഇത് സബ്സെറ്റ് അല്ല. അപ്പോ സബ്സെറ്റ് അല്ല, നോ. പിന്നെന്താണ്? 1 is an element of A. Clear? 1 is an element of A. 1 is an element of the set. Clear ആയോ? 1 is the element of the set. ഇനി set 1 2 5 ഇത് എന്താ? ഇതിന്റെ എന്താ? ഈ സെറ്റ് ഏതാണ്? 1 2 5. അത് നമുക്ക് മനസ്സിലായി. 1 2 5 സെറ്റ് 1 2 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതിന് സംശയമൊന്നുമില്ല, ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതായത് ഇതിലുള്ള എലമെന്റ് അതിനുണ്ട് 1 2 5 ഉണ്ട്. അപ്പൊ സബ്സെറ്റ് ആണ്. ക്ലിയർ? ഇനി ഇതിന്റെ വേറെ സബ്സെറ്റ് എന്തൊക്കെയാ? 5 ഇതിന്റെ സബ്സെറ്റ് ആണോ? 5 നൾ സെറ്റ്. അതെ, every null set is a subset of every set. ഓക്കെ, അതുകൊണ്ട് 5 ഇതിന്റെ ഏത് സബ്സെറ്റ് ആണ്? ക്ലിയർ ആയത്? 5 ഇതിലെ എലമെന്റ് ആണോ? 5 എലമെന്റ് ആണ്? അല്ല, 5 is not a element of A. ക്ലിയർ ആയി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സബ്സെറ്റ് എന്താണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാം. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ.
അപ്പൊ ഇതാണ് ഇവിടെ കാര്യം. ഇത് എലമെന്റ് ആണ്. സെറ്റ് 3, 4 എന്ന ഒരു സിംഗിൾ എലമെന്റ് ആണ്. അത് ഇവിടെ ബിലോങ്സ് ടു എ ആണ്. ഐ മീൻ എലമെന്റ് ഓഫ് എ ആണ്, നോട്ട് സബ്സെറ്റ് ഓഫ് എ. ക്ലിയർ? അതാണ് ഇതിലെ പോയിന്റ്. ഇനി നമുക്ക് ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സബ്സെറ്റുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ ഒരു സെറ്റ് സെറ്റ് എ, ഇതിന്റെ സബ്സെറ്റ്സ് എന്തൊക്കെയാണ്? സബ്സെറ്റ് എന്തൊക്കെ സബ്സെറ്റ്സ് നമുക്കറിയാം. ഡെഫിനറ്റ്ലി 5 ഒരു സബ്സെറ്റ് ആണ്, ആ സെയിം സെറ്റ് ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സബ്സെറ്റ്സ് 5 ആൻഡ് സെറ്റ്. വേറെ ഏതെങ്കിലും സബ്സെറ്റ് ഉണ്ട്? ഇല്ല, ഇതിലൊരു സിംഗിൾ എലമെന്റ് ഉള്ളതുകൊണ്ട് ഇതാ സബ്സെറ്റ്. ഇനി രണ്ടാമത്തെ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെറ്റ് എ ബി, ഇതിന്റെ സബ്സെറ്റ്സ് എഴുതാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിന്റെ സബ്സെറ്റ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും സബ്സെറ്റ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് എന്തെഴുതുക? 5 ഈസ് സബ്സെറ്റ് ഓഫ് every set, therefore 5 എഴുതി സബ്സെറ്റ്സ് എഴുതിയിട്ട് 5 എഴുതി. പിന്നെ ഏത് എഴുതാം? ആ സെറ്റ് തന്നെ എഴുതാം. ഇത് രണ്ടും നമ്മൾ എപ്പോഴും സബ്സെറ്റിൽ എഴുതണം. അത് ആദ്യം തന്നെ എഴുതി കഴിഞ്ഞാൽ അത് കഴിയും. പിന്നെ ഏതാ സബ്സെറ്റ്? സെറ്റ് എ, അത് സബ്സെറ്റ് ആണ്. പിന്നെ ഏതാ? സെറ്റ് ബി. ഇനി ഉണ്ടോ സബ്സെറ്റ്? ഇനി സബ്സെറ്റ് ഇല്ലേ? 1, 2, 3, 4. ഓക്കെ, ക്ലിയർ ആയില്ലേ? സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്ന്. ഇനി അടുത്ത സെറ്റ് നോക്കുക. മൂന്നാമത്തെ സെറ്റ്, സെറ്റ് എ ബി സി, 3 എലമെന്റ് ഉള്ള സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സബ്സെറ്റ്സ് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ആൻസർ? ഫസ്റ്റ് നമ്മൾ 5 എഴുതി, സെക്കൻഡ് നമ്മൾ ആ സെറ്റ് തന്നെ എഴുതി, എ ബി സി എഴുതി. ഇനി ഏതൊക്കെ സബ്സെറ്റ്? ഇനി 2 എലമെന്റ് ഉള്ള സബ്സെറ്റ് എഴുതുക, എ ബി, എ കോമ ബി. ഇനി 2 എലമെന്റ് ഉള്ളത് എ വെച്ചിട്ട് തന്നെ എ സി. ഇനി 2 എലമെന്റ് ഏതാ? ബി സി. ഇനി 2 എലമെന്റ് ഉള്ള ഏതെങ്കിലും കോമൺ ഉണ്ടോ? ഓരോ സെറ്റുകളിൽ കോമൺ. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സിംഗിൾ എലമെന്റ് സെറ്റ് ഉണ്ട്, അതും സബ്സെറ്റ് ആണ്. ഇവിടെ എഴുതി ആദ്യം സിംഗിൾ എലമെന്റ് ഏതാണ് നമ്മൾ? എന്താ? സെറ്റ് എ, അത് നമ്മൾ എഴുതിയില്ല. സെറ്റ് എ, പിന്നെ സെറ്റ് ബി, പിന്നെ സെറ്റ് സി. അപ്പൊ ഇതിന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാ? ഇതിന്റെ സെറ്റ് എ ബി സി എന്ന സബ്സെറ്റ്സ് 5 സെറ്റ് എ ബി സി. അത് കഴിഞ്ഞാൽ സിംഗിൾ എലമെന്റ് സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, പിന്നെ 2 എലമെന്റ് സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി. ഓക്കെ, ഇത്രയും സെറ്റുകൾ ഇതിന്റെ സബ്സെറ്റുകളാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 സബ്സെറ്റ്. ക്ലിയർ ആയി? അപ്പൊ നമ്മൾ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സബ്സെറ്റുകൾ എങ്ങനെ എടുത്തെഴുതാം, അപ്പൊ നമ്മൾ മനസ്സിലാക്കി. വേറൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സബ്സെറ്റ് ഓഫ് ദി സെറ്റ് എ. അപ്പൊ സെറ്റ് എ ഇതാണ് തിരിക്കുക. എ ഈക്വൽ ടു ദി സെറ്റ് 1, 2, 3. റൈറ്റ് ഓൾ ദി സബ്സെറ്റ്സ്. അപ്പൊ ആൻസർ എന്താ? സബ്സെറ്റ്സ് ആർ, ആദ്യം 5 നൾ സെറ്റ് എഴുതി, രണ്ടാമത് സെയിം സെറ്റ് തന്നെ എഴുതി, 1, 2, 3. ഇനി സിംഗിൾ എലമെന്റ് സെറ്റ് എഴുതാം. സിംഗിൾ എലമെന്റ് സെറ്റ് വരും 1, സെറ്റ് 1, കോമ സെറ്റ് 2, കോമ സെറ്റ് 3. ക്ലിയർ ആയി? ഇനി ഡബിൾ എലമെന്റ് സെറ്റ്, 2 എലമെന്റ് സെറ്റ്, സെറ്റ് 1, 2, കോമ 1 വെച്ചിട്ട് സെറ്റ് 1, 3, കോമ
സെറ്റ് 2 3. ഇനി ഉണ്ടോ? ഇനിയില്ല. 3 എലമെന്റ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ, 1 2 3. അപ്പോൾ നമ്മൾ ഇതിന്റെ സബ്സെറ്റുകൾ, ഈ സെറ്റ് എ ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റുകളാണ് നമ്മൾ എഴുതിയത്. ക്ലിയർ? ഇനി സെറ്റ് ബി, എ ബി സി ഡി ആണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ സബ്സെറ്റുകളോ 5 എഴുതി, സെയിം സെറ്റ് എഴുതി, പിന്നെ സിംഗിൾ ടൺ സെറ്റുകൾ എഴുതുക. എ ബി, സെറ്റ് സി, സെറ്റ് ഡി. ഇനി 2 എലമെന്റുള്ള സെറ്റുകൾ എഴുതുക. സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് എ ഡി. ഇനി ബി തുടങ്ങുന്നത് സെറ്റ് ബി എ. സെറ്റ് ബി എ ഓൾറെഡി എ ബി എഴുതി. അപ്പോൾ ബി എ എന്നുള്ള സെറ്റും സെറ്റ് എ ബി എന്നുള്ളത് സെയിം ആണ്. അതാണ് റിപ്പീറ്റ് ചെയ്യേണ്ട. ബി എ വേണ്ട. ബി സി നമ്മൾ എഴുതിയിട്ടുണ്ടോ നോക്കാം. ബി സി ഇല്ല. അപ്പൊ സെറ്റ് ബി സി എഴുതി. സെറ്റ് ബി ഡി എഴുതിയിട്ടുണ്ടോ? സെറ്റ് ബി ഡി എഴുതിയിട്ടില്ല. അപ്പൊ സെറ്റ് ബി ഡി എഴുതി. അപ്പൊ ബി തുടങ്ങുന്നത് കഴിഞ്ഞു. ഇനി സി തുടങ്ങുന്നത് സെറ്റ് സി എ. സെറ്റ് സി എക്ക് പേര് സെറ്റ് എ സിന്റെ വേണ്ട. സെറ്റ് സി ബി, സി ബിക്ക് പേര് ബി സിന്റെ വേണ്ട. സെറ്റ് സി ഡി, സെറ്റ് സി ഡി. അപ്പൊ സെറ്റ് സി ഡി എഴുതണം. ഇനി ഡി, ഡി എ. അതിന് നമ്മൾ എ ഡി എഴുതിയിട്ടുണ്ട്. ഡി ബി, അതിന് ബി ഡി എഴുതിയിട്ടുണ്ട്. ഡി സി, അതിന് സി ഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോ ഇത്രയും സെറ്റുകൾ ഇതിന്റെ സബ് സെറ്റുകളാണ്. 5 എഴുതണം, സെയിം സെറ്റ് എഴുതണം, പിന്നെ സിംഗിൾ എലമെന്റ് സെറ്റ് എഴുതണം, ഡബിൾ എലമെന്റ് സെറ്റ് എഴുതണം. പിന്നെ ഇതിന് ഇനി സബ്സെറ്റ് ഉണ്ടോ? ഇനി സബ്സെറ്റ് ഉണ്ട്. കാരണം 3 എലമെന്റ് ഉള്ള സെറ്റുകളും ഇതിന്റെ സബ്സെറ്റ് ആണ്. അപ്പോ സെറ്റ് എ ബി സി സബ്സെറ്റ് ആണ്. സെറ്റ് എ തുടങ്ങുന്നത് ബി സിക്ക് പകരം നമ്മൾ ബി ഡി ടു, ബി ഡി. പിന്നെയോ? അപ്പൊ എ കഴിഞ്ഞു. ഇനി സെറ്റ് ബി, എ ബി തുടങ്ങുന്നത് ബി എ, ബി എ സി. ഓൾറെഡി എ ബി സി ഉണ്ട്. ഇപ്പൊ വേണ്ട. ഇനി ബി സി ഡി, ബി സി ഡി നമ്മൾ കണ്ടു. ബി സി ഡി. അപ്പൊ സെറ്റ് ബി സി ഡി. പിന്നെയോ? സി തുടങ്ങുന്നത് സെറ്റ് സി എ ബി. സി എ ബിക്ക് പകരം എ ബി സി ഉണ്ട്. അപ്പോൾ വേണ്ട. സെറ്റ് സി ബി ഡി, സി ബി ഡിക്ക് പകരം ബി സി ഡി ഉണ്ട്. അപ്പോൾ വേണ്ട. ഇനി ഡി തുടങ്ങുന്നത് ഡി എ ബി, ഡി എ ബി. ഡി എ ബി നമ്മൾ എഴുതിയിട്ടില്ല. യെസ്, ഡി എ ബി ഉണ്ട്. ഡി ബി സി, ഡി ബി സി കാണും, ഡി ബി സി കാണും. പിന്നെ ഇല്ല. അപ്പോൾ ഇത്രയും സെറ്റുകൾ നമ്മുടെ ഇതിന്റെ സബ്സെറ്റുകളാണ്. ബിയിലെ സബ്സെറ്റുകൾ ഇത്രയുണ്ട്, എയിലെ സബ്സെറ്റുകൾ ഇത്രയുണ്ട്. ക്ലിയർ ആയി? അപ്പൊ നമ്മൾ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ സബ്സെറ്റുകൾ എടുത്ത് എഴുതാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിന്റെ പഠിച്ചിരുന്നു, ഇന്റർവെൽസ്. ഈ ഇന്റർവെൽസും ഇതിന്റെ സബ്സെറ്റുകളാണ്. റിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതൊന്ന് കൺവേർഷൻ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇന്റർവെല്ലിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ തോന്നിയിരിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to R എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ. A equal to set of all x such that x belongs to R പറഞ്ഞാൽ x is a real number. -4 less than or equal to x less than or equal to 6 എന്നൊരു സെറ്റ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലുള്ള ഒരു സെറ്റാണ്. ഇതിനെ നമ്മൾ ഇന്റർവെൽസ് ആക്കി എഴുതണം. ഇന്റർവെൽസ്. ഇന്റർവെൽ ആക്കി എഴുതണം. അപ്പൊ ഇന്റർവെൽ ആക്കി എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ആൻസർ?
ഇന്റർവൽ നമുക്കറിയാം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ. അപ്പൊ എന്ത് ഇന്റർവൽ ആണ്? ക്ലോസ്ഡ് ഇന്റർവൽ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? സ്ക്വയർ ബ്രാക്കറ്റ് -4,6 എന്ന് എഴുതും. ഇതാണ് ഇതിന്റെ ആൻസർ. Set of all x such that x belongs to R -4 less than or equal to x less than or equal to 6 ആണെങ്കിൽ ഈ ക്ലോസ് ഇന്റർവൽ -4 6. ഇനി ക്ലോസ് ഇന്റർവൽ തന്നു കഴിഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ഇങ്ങനെ എഴുതാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ x such that x belongs to R തന്നെ 1 less than x less than 10. ഇതാണ് സെറ്റ് ഓഫ് ഓൾ x such that x belongs to R 1 less than x less than 10. ഇത് നമ്മൾ ഇന്റർവൽ ആക്കി മാറ്റി എന്ത് ചെയ്യണം? ഇത് എന്ത് ഇന്റർവലാ? ലെസ് ദാൻ ലെസ് ദാൻ. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ ആണ്, കർവ്ഡ് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ ആൻസർ ഈസ് എന്താ? ഓപ്പൺ ഇന്റർവൽ 1,10. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്. ഇതിൽ നമുക്ക് 2 less than or equal to x less than 5 ആണ് വിചാരിക്കുക. ക്വസ്റ്റ്യൻ 2 less than or equal to x less than 5. അങ്ങനെയാണെങ്കിൽ ഇന്റർവൽ ഏതാ? ക്ലോസ്ഡ് ഇന്റർവൽ ഇവിടെ എഴുതണം. 2,5 എഴുതിയിട്ട് ലെസ് ദാൻ 5 എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം. ഇത് തിരിച്ചാണെങ്കിൽ 2 less than x less than or equal to 5 ആണെങ്കിലും നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കണം. ഓപ്പൺ, പിന്നെ ഇവിടെ ക്ലോസ്ഡ് ആക്കണം. ക്ലിയർ അല്ലേ? ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ കൺവേർട്ട് ദിസ് ഇന്റർവൽ ഇൻടു സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? ഈ ക്ലോസ് ഇന്റർവൽ 2 5 അതിനെ എന്ത് എഴുതണം? സെറ്റ് ഓഫ് ഓൾ x such that x belongs to R എന്ന് എഴുതുക. പിന്നെ ക്ലോസ്ഡ്, അപ്പോൾ 2 less than or equal to x less than 5 എന്ന് എഴുതിയിട്ട് സെറ്റ് ക്ലോസ് ചെയ്താൽ ഇതാണ് ഇതിന്റെ ആൻസർ. ഇന്റർവൽ തന്നിട്ട് അത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ x such that x belongs to R, ഓർ അല്ലെങ്കിൽ എഴുതാം x is a real number എന്ന് എഴുതാം, അല്ലെങ്കിൽ x belongs to R ഷോർട്ട് ആയിട്ട് എഴുതാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആണ്, റൈറ്റ് സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആയിരിക്കണം. 2 less than or equal to ഇവിടെ വരണം x. ഇവിടെ ഓപ്പൺ ആണ്, അത് ലെസ് ദാൻ 5. ഇത്ര എഴുതി കഴിഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോം ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. സെറ്റ് ബിൽഡർ ഫോം എന്ന ചേഞ്ചിങ്, ഇന്റർവൽസ് വന്ന സെറ്റ് ബിൽഡർ ഫോം ആക്കാം. പിന്നെ സബ്സെറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. സബ്സെറ്റ്, ഒരു സെറ്റ് തന്ന എത്ര സബ്സെറ്റുകൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതെല്ലാം നമ്മളിവിടെ കറക്റ്റായിട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ടോപ്പിക് കണക്കാണ്. അടുത്ത ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം. അപ്പൊ ഈ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? റിലേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റുകൾ നമ്മൾ റിലേഷൻ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് വെൻ ഡയഗ്രാം. അത് വെൻ ഡയഗ്രത്തിൽ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ സെറ്റുകൾ തമ്മിലുള്ള ആ ഓപ്പറേഷൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ വെൻ ഡയഗ്രാം നമുക്ക് എന്താന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഓക്കെ, വെൻ ഡയഗ്രാം നമുക്ക് നോക്കാം. വെൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റെക്ടാങ്കിൾ, സാധാരണ റെക്ടാങ്കിൾ വരയ്ക്കും. ഇതിനെ യൂണിവേഴ്സൽ സെറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്ടാങ്കിൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ഇവിടെ 1 2 6 10 3 4 11 5 7 ഇതിന് നമ്മളോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ ബി എന്ന് കൊടുത്തു. ഇതൊരു വെൻ ഡയഗ്രമാണ്. ഇത് രണ്ട് സെറ്റുകളാണ്, യു
എന്നുള്ള യൂണിവേഴ്സൽ സെറ്റും ബി എന്നുള്ള ഈ സർക്കിളാണ്, അത് ഒരു വേറൊരു സെറ്റുമാണ്. ഇത് തമ്മിലുള്ള ആ റിലേഷൻ നമ്മൾ എന്താണെന്നുള്ളത് വെൻ ഡയഗ്രം നോക്കിയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് റെക്ടാങ്കിൾ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് വരച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. അപ്പൊ യു ഈക്വൽ ടു ഈ വെൻ ഡയഗ്രം അനുസരിച്ച് യൂണിവേഴ്സൽ സെറ്റിന്റെ എലമെന്റ്സ് എന്താ? 1 2 3 4 5 6 7 10 11. ഈ സ്ക്വയറിന്റെ റെക്ടാങ്കിളിലുള്ള എല്ലാ എലമെന്റ്സും ഈ സെറ്റിൽ വരും. 1 2 3 4 5 6 7 10 11. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. മനസ്സിലായോ? യൂണിവേഴ്സൽ സെറ്റ് ഈ ഇതിലുള്ള എല്ലാ എലമെന്റ്സും. ഞാൻ പറഞ്ഞല്ലോ, ഇനി സർക്കിള് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെറ്റ് ബി ഈക്വൽ ടു എന്താ? നമുക്ക് പറയാം സെറ്റ് ബിയിലത്തെ എലമെന്റ്സ് ഏതാ? ഇതാ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ളത്, ഇതാണ് സെറ്റ് ബി. സർക്കിളിന്റെ ഉള്ളിലുള്ളത് 3 4 5 11. 3 4 5 11. ഇപ്പൊ മനസ്സിലായി വെൻ ഡയഗ്രം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? രണ്ട് സെറ്റുകൾ വെക്കും. ഒരേ യൂണിവേഴ്സൽ സെറ്റ് ആണ്, മറ്റത് സെറ്റ് ബി ആണ്. അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഡയഗ്രം വരച്ചിട്ട് റെക്ടാങ്കിൾ ആണ് യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ ഉള്ളിൽ സർക്കിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർവ് ഷേപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ കൊടുക്കാം, ഇങ്ങനെ ട്രയാങ്കിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എലിപ്സ് കൊടുക്കാം. സാധാരണ ഇതെല്ലാം സാധാരണ കൊടുക്കാറുണ്ട് ഈ സർക്കിളിന് പകരം. സാധാരണ എളുപ്പത്തിൽ സർക്കിൾ എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഈ രണ്ട് സെറ്റ് തമ്മിൽ റിലേഷൻ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം? മനസ്സിലായോ? അപ്പൊ ഈ യൂണിവേഴ്സൽ സെറ്റിലുണ്ട് എല്ലാം, ഈ എലമെന്റ്സ് എല്ലാം. പക്ഷെ ബി എന്ന സെറ്റില് 3 4 5 11. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? 3 4 5 11 ബിയിൽ മാത്രമാണോ ഉള്ളത്? അല്ല, ഓൾസോ an element in U. 3 4 5 11 is also element in U. That is, every element in B is also an element in U. മനസ്സിലായോ? ഇതിന്റെ എവരി എലമെന്റ്, ഓരോ എലമെന്റ് ഏതാ? എല്ലാ എലമെന്റും ഈ യു എന്നുള്ള എലമെന്റിലും കൂടി സെറ്റിലും കൂടി ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് യു. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലായി. ഈ റിലേഷൻ നമുക്ക് ഇതിന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ വെൻ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ബിയും സെറ്റ് യുവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ബി ഈസ് സബ്സെറ്റ് ഓഫ് യു. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എവരി എലമെന്റ് ഓഫ് ബി ഈസ് ഓൾസോ എലമെന്റ് ഓഫ് യു ആണെങ്കിൽ സബ്സെറ്റ് ആയി. ഇവിടെ ബിയിലുള്ള എല്ലാ എലമെന്റ്സും യുവിലുണ്ട്, അതുകൊണ്ട് അത് സബ്സെറ്റ് ആണ്. ബി സബ്സെറ്റ് ഓഫ് യു. തിരിച്ച് നമുക്ക് യു ബി this set and B be this set and the relation is given B subset of U. Then draw a Venn diagram or show this relation in Venn diagram using Venn diagram എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു Venn diagram വരച്ചിട്ട് എലമെന്റ്സ് ഇങ്ങനെ എഴുതിയിട്ട് ഇതിൽ ബിയിൽ 3 5 4 11 മാത്രം എഴുതണം. ബാക്കി എവിടെയെങ്കിലും ബാക്കിയുള്ള എലമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ ഈ Venn diagram അനുസരിച്ച് ഈ അർത്ഥം കിട്ടി, ബി സബ്സെറ്റ് ഓഫ് യു. ക്ലിയർ ആയോ? അപ്പൊ വെൻ ഡയഗ്രം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ നമുക്ക്? വെൻ ഡയഗ്രം ഓഫ് സബ്സെറ്റ്. ഇനി ഈ വെൻ ഡയഗ്രം ഇനി നമ്മൾ പഠിക്കാൻ പോണ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ യൂണിയൻ, എ യൂണിയൻ ബി. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് എ യൂണിയൻ ബി. അതാണ് എ എന്നുള്ള സെറ്റ് 1 2 3 4 7 11 എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്തു. വേറൊരു സെറ്റ് ബി എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്തു 2 3 4. അപ്പോ എ യൂണിയൻ ബി, അതായത് സെറ്റ് എ യൂണിയൻ സെറ്റ് ബി, അതെന്താണെന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, യു ഡി എൻ. ഇത് യൂണിവേഴ്സൽ സെറ്റിന് യു, ഇവിടെ യൂണിയന് യു തന്നെയാണ്. അതായത് എ
എ യൂണിയൻ ബി. ഇങ്ങനെ വായിക്കും, എ യൂണിയൻ ബി. അത് ഒരു സെറ്റ് തന്നെയാണ്. സെറ്റ് എ യൂണിയൻ ബി അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഇവിടെ നോക്കൂ, എ യൂണിയൻ ബി 1 2 3 4 7 11 2 3 4. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതും, 1 2. ഇവിടെ ഒരു എലമെന്റ് കൂടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, 12. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ എ യൂണിയൻ ബി എങ്ങനെ എഴുതും? 1 2 3 4 7 11 12. ഇതാണ് ഇതിന്റെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇതാണ്. ഇതിലുള്ള എല്ലാ എലമെന്റ്സും അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ എലമെന്റ്സും, ഈ രണ്ട് എലമെന്റ്സും കൂടിയതാണ് എ യൂണിയൻ ബി. അതായത് ഇതിലുള്ള എലമെന്റ്സ് കൂട്ടണം, ഇതിലുള്ള എലമെന്റ്സും കൂട്ടണം. ഈ എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒരു സെറ്റായി, അതാണ് എ യൂണിയൻ ബി. പക്ഷെ നമുക്ക് സെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യണ്ട. കാരണം ശരിക്ക് 1 2 3 4 7 11 2 3 4 12 അങ്ങനെ നീട്ടി എഴുതാൻ ഇത് രണ്ട് എഴുതുക എന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് 2 3 4 കോമൺ ഉള്ളതുകൊണ്ട് 2 3 4 ഒരു പ്രാവശ്യം എഴുതണുള്ളൂ. അത്രയുള്ള വ്യത്യാസം. ഇതിലുള്ള എലമെന്റ്സും കൂട്ടി എഴുതി കഴിഞ്ഞാൽ യൂണിയൻ ആയി. ഇതിലുള്ള എലമെന്റ്സ് നിരത്തി എഴുതാം, ഇതിലുള്ള എലമെന്റ്സ് നിരത്തി എഴുതി കഴിഞ്ഞാൽ യൂണിയൻ ആയി. പക്ഷെ അതിൽ കോമൺ എലമെന്റ്സ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ട, ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. അത് നമ്മളോട് ചെയ്ത് ഇതിലുള്ള എലമെന്റ്സ് 1 2 3 4 7 11 എഴുതി. പിന്നെ 2 3 4 12 2 3 4 ഇതിലുള്ളതുകൊണ്ട് രണ്ടാമത് എഴുതിയില്ല, 12 എഴുതി. അങ്ങനെയാണ് എ യൂണിയൻ ബി. മനസ്സിലായി? എ യൂണിയൻ ബി എന്താണെന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. യൂണിയൻ ഓഫ് സെറ്റ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് belongs to either in A or in B or in both. എന്താണ്? The union of, let A be A and B be two sets, and the union of A and B is the set of all those elements which belongs to either in A or in B or in both. എന്താണ്? ഒന്നുകിൽ എ എന്നുള്ള സെറ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബി എന്നുള്ള സെറ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടിലുണ്ടോ. അതാണ് അവിടെ ചെയ്തത്. ഒന്നുകിൽ എ എന്നുള്ള സെറ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബി എന്നുള്ള സെറ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടിലുണ്ടാവും. 2 3 4 2 3 4 രണ്ടിലുണ്ട്. അതാണ് ഡെഫിനിഷൻ. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു ഐദർ ഇൻ എ, ഐദർ ഇൻ ബി, ഐദർ ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. ഓക്കെ, അതാണ് യൂണിയൻ ഓഫ് സെറ്റ് എ ആൻഡ് ബി. ക്ലിയർ ആയില്ലേ യൂണിയൻ എന്ന് പറഞ്ഞത്? ഓക്കെ, ആ യൂണിയൻ എന്നുള്ളത് നമുക്ക് എങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ ഈ രണ്ട് സെറ്റ് തന്നെ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ യൂണിയൻ നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പൊ വെൻ ഡയഗ്രാം നമ്മൾ ഒരു റെക്ടാങ്കിൾ വരച്ചു. സെറ്റ് എ ഇത് യൂണിവേഴ്സൽ സെറ്റ് റെക്ടാങ്കിൾ ആണ്. അപ്പൊ രണ്ട് സർക്കിൾ വരയ്ക്കാം. സെറ്റ് എ കുറച്ച് വലുതാണ്, അങ്ങനെ വരയ്ക്കാം, കുഴപ്പമില്ല. സെറ്റ് എ വലുതാണ്. സെറ്റ് ബി വരച്ചു. ക്ലിയർ ആയില്ലേ? ഇവിടെ 2 3 4 സെറ്റ് ബി 12 1 2 3 4 5 1 2 3 4 പിന്നെ 5 ഇല്ല 7 11. അപ്പോൾ ഇത് സെറ്റ് എ. സെറ്റ് എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 7 11. 1 2 3 4 7 11. സെറ്റ് എയിൽ 1 2 3 4 7 11. സെറ്റ് എ. ക്ലിയർ? സെറ്റ് ബി എന്താണ്? 2 3 4 12.
2 3 4 12 സെറ്റ് ബി. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ വെൻ ഡയഗ്രം അനുസരിച്ച് സെറ്റ് എയും സെറ്റ് ബിയും നമ്മൾ ഈ റെക്ടാങ്കിളിനുള്ളിൽ യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഡയഗ്രാം ഡ്രോ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിന് യൂണിയൻ എന്താണെങ്കിൽ ഇതിനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് യൂണിയൻ. ഇത്രയും ഭാഗം ഈ രണ്ട് സർക്കിളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗം, പക്ഷെ ഇത് കോമൺ ഭാഗമാണ്. പക്ഷെ ഈ ഷെയ്ഡ് ചെയ്ത അത്രയും ഏരിയയാണ് എ യൂണിയൻ ബി. അപ്പൊ നമ്മൾ എ യൂണിയൻ ബി മനസ്സിലായി. അപ്പൊ എ യൂണിയൻ ബി നമ്മൾ വെൻ ഡയഗ്രത്തിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു മനസ്സിലായത്. ഈ സെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് 1 2 3 4 7 11 ബി സെറ്റ് 2 3 4 12 മനസ്സിലായോ? അപ്പോ ഇതില് 1 2 3 4 7 11 12 1 2 3 4 7 11 12 അതാണ് ഈ എ യൂണിയൻ ബി ഉള്ളിൽ വരുന്ന ഭാഗം. ക്ലിയർ ആയില്ലേ? അപ്പൊ വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ യൂണിയൻ റെപ്രസെന്റ് ചെയ്യാൻ മനസ്സിലായല്ലോ. അപ്പൊ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു ഐദർ ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. ക്ലിയർ? അപ്പൊ യൂണിയൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ യൂണിയൻ എന്ന് പറയുന്നത് ആ ഒരു ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അതിന്റെ റിലേഷൻസ്, സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻസ്, അതിന്റെ ഓപ്പറേഷൻസ്, അത് തമ്മിലുള്ള ഓപ്പറേഷനാണ് നമ്മൾ പറഞ്ഞത് എ യൂണിയൻ ബി. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ്. അതിന്റെ ക്യാരക്ടേഴ്സ്, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഇവിടെ എഴുതുന്നു എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് തന്നെയാണ് ബി യൂണിയൻ എ. അതൊരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത്. നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിക്കില്ലേ, ഓപ്പറേഷനാണ്. അതുപോലെ ഒരു ഓപ്പറേഷനാണ് യൂണിയൻ. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ്, അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് തന്നെയാണ് ബി യൂണിയൻ എ. അതായത് എ യൂണിയൻ ബി ഇതിലുള്ള എലമെന്റ്സും ഇതിലുള്ള എലമെന്റ്സും, അല്ലെങ്കിൽ ബി യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എലമെന്റ്സും ഇതിലുള്ള എലമെന്റ്സും രണ്ടും കൂടിയത്, അതാണ് അർത്ഥം. അപ്പൊ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. പിന്നെന്താ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ മൂന്ന് സെറ്റുകൾ അനുസരിച്ച് എ ബി സി. എ യൂണിയൻ ബി യൂണിയൻ സി ആണെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എ യൂണിയൻ ബി യൂണിയൻ സി. ഇതിന്റെ അർത്ഥം എന്താ? ആദ്യം ബിയും സിയും തമ്മിൽ യൂണിയൻ കാണുന്നു, അത് എ യൂണിയൻ ബി കാണും, അതിനോട് എ യൂണിയൻ ബി കാണും. അങ്ങനെ കാണുന്നതും എ യൂണിയൻ ബി ആദ്യം കണ്ട് ആ സെറ്റ് യൂണിയൻ സി കാണുന്നു, ആ സെറ്റും യൂണിയൻ സിയും കാണുന്നതും ഈക്വൽ ആണെന്നാണ് ഈ പറഞ്ഞത്. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ക്ലിയർ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് എ യൂണിയൻ ഫൈ. അതായത് ഐഡന്റിറ്റി ഓഫ് യൂണിയൻ. അത് ഫൈ അതിന്റെ ഐഡന്റിറ്റിയാണ്. എ യൂണിയൻ ഫൈ. എ യൂണിയൻ ഫൈ എന്താണ്? എ യൂണിയൻ ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. അപ്പൊ എ യൂണിയൻ ഫൈ എന്താ? എ എന്ന് പറഞ്ഞാൽ സെറ്റ്, ഫൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സെറ്റ്. അപ്പൊ അതിന്റെ എ യൂണിയൻ ഇതിലുള്ളതും ഇതിലുള്ളതും അത് ഡെഫിനറ്റ്ലി എ ആണ്. അപ്പോ എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ. അതാണ് ഇതിന്റെ പ്രോപ്പർട്ടി. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി എ യൂണിയൻ എ. ആ സെയിം സെറ്റിന്റെ തന്നെ യൂണിയൻ എടുക്കുകയാണെങ്കിലോ ഇതിലുള്ളതും ഇതിലുള്ളതും നമുക്കറിയാം എ ആണ്. എ യൂണിയൻ എ ഈക്വൽ ടു എ. ഓക്കെ, അപ്പൊ ഇതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് പഠിച്ചില്ലേ? അപ്പൊ അതിനോട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെന്റഡ് ബൈ യു യൂണിയൻ ദി സെറ്റ് എ. അപ്പൊ എന്താണ്? ഈ സെറ്റിലുള്ളതും ഈ സെറ്റിലുള്ളതും
അത് യൂണിയൻ യു എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റ് ആണ് വലുത്, അപ്പൊ അതിലുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് യു യൂണിയൻ എ ഈക്വൽ ടു യു. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ്, സെക്കൻഡ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ്, തേർഡ് പ്രോപ്പർട്ടി ഐഡന്റിറ്റി, ഫോർത്ത് പ്രോപ്പർട്ടി, ഫിഫ്ത്ത് പ്രോപ്പർട്ടി. അപ്പൊ ഇതെല്ലാമാണ് യൂണിയന്റെ പ്രോപ്പർട്ടീസ്. മനസ്സിലായല്ലോ, യൂണിയന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മൾ ഫ്യൂച്ചർ കാൽക്കുലേഷന് പ്രോബ്ലംസിന് നമുക്ക് യൂസ് ചെയ്യാനുള്ള റിസൾട്ടുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സബ്സെറ്റ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രോബ്ലംസ് ചെയ്തു. വെൻ ഡയഗ്രാം എന്താണെന്ന്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. വെൻ ഡയഗ്രാം എന്താണെന്ന് മനസ്സിലാക്കി. ആ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്രാം, അത് രണ്ട് സെറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ എത്ര സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രാം ആണ് വെൻ ഡയഗ്രാം. ഓക്കെ, പിന്നെ അപ്പൊ വെൻ ഡയഗ്രാമത്തിന് എങ്ങനെ സബ്സെറ്റ് ചെയ്യാം, സബ്സെറ്റ് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായി. അതുപോലെ തന്നെ യൂണിയൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായി. നമ്മൾ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്താണെന്നുള്ള വ്യക്തമാക്കി മനസ്സിലാക്കി, അതിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് തുടർന്നുള്ള പ്രോബ്ലംസ് അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.